ഹായ് കൂട്ടുകാരാ, നീ എപ്പോഴെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവരായിട്ട് അവരുടെ ആംഗിളിൽ ഇരുന്നിട്ട്? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നിനക്ക് അവരെ മനസ്സിലാക്കാൻ കഴിയുക? അവരനുഭവിക്കുന്ന അവരുടെ ഫീലിങ്സ്, അവരുടെ നൊമ്പരങ്ങൾ, അവരുടെ വേദനകൾ, ഇഷ്ടങ്ങളൊക്കെ അറിയാൻ കഴിയുക? എങ്ങനെയൊക്കെയാണ് നിനക്ക് വേണ്ടി അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നീ ഓർത്തിട്ടുണ്ടോ? അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടങ്ങളിൽ നിന്നൊക്കെ അവർ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടം അവർക്ക് എത്രമേൽ വേദന കൊടുത്തിട്ടുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്ക്. ആത്മാർത്ഥമായിട്ട് നിന്നെ സ്നേഹിച്ചിട്ട് അവർക്ക് എന്താ കിട്ടിയത് എന്ന് നിനക്കറിയോ? ഉറക്കമില്ലാത്ത രാത്രികൾ, മനസ്സ് പൊട്ടിപ്പൊളിയുന്ന വേദനയും സങ്കടങ്ങളും മാത്രം. നിന്നെ ഒരാളെ മാത്രം ലോകമായി കണ്ടതിന് കിട്ടിയ ശിക്ഷയാണത്. നിങ്ങൾക്കിടയിൽ സ്നേഹിച്ചത് അവർ മാത്രമായിരുന്നല്ലോ. അവരുടെ ദുഃഖത്തിനും സങ്കടത്തിനും വേദനകൾക്കുമെല്ലാം കാരണക്കാരും അവർ മാത്രമായിരുന്നു. കാരണം നീ നൽകിയ അവസരങ്ങളാണ് അവർ ഉപയോഗപ്പെടുത്തിയത്. ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഈ കാട്ടിക്കൂട്ടലുകളിൽ അവർക്ക് മനസ്സിലായി പരിഗണനയില്ലാത്തൊരിടത്താണ് അവരെന്ന്. ഈ പരിഗണനയില്ലാത്ത ഇടം വേരില്ലാത്ത കൊമ്പ് പോലെയാണ്, എപ്പോൾ വേണേലും മറിഞ്ഞു വീഴാം. അവർ നിനക്ക് വേണ്ടി അമിതമായി ക്ഷമിച്ചു, അത്രയേറെ നിന്നിൽ പ്രതീക്ഷയർപ്പിച്ചു, നിന്നോട് യാചിച്ചു, പിറകെ നടന്നു. പക്ഷേ ഒരിക്കൽ പോലും നീ അവർക്കായി ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല. ഇനിയിപ്പോൾ അവരും പിന്തിരിഞ്ഞിരിക്കുന്നു. അവരും ഇനി തിരിഞ്ഞു നോക്കുന്നില്ല. ഇനി അവരും ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചിരിക്കുന്നു. നീ ഒരിക്കലെങ്കിലും അവർക്ക് വേണ്ടി അവരുടെ ഭാഗത്ത് നിന്ന് ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. അത് നീ ചെയ്തില്ല. നീ അതിന് ശ്രമിച്ചില്ല. ഇനി പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഇപ്പോൾ അവർക്ക് ഒന്ന് ഉറക്കെ കരയണമെങ്കിൽ കരയാൻ കഴിയുന്നുണ്ട്. ഒറ്റയ്ക്കിരിക്കാൻ തോന്നുമ്പോൾ ഒറ്റയ്ക്കിരിക്കാനും യാത്ര ചെയ്യാനും പറ്റുന്നുണ്ട്. അവരുടെ മനസ്സിൻ്റെ താളപ്പിഴകൾ അവർക്ക് വേണ്ട താളത്തിലാക്കാൻ അവർക്കറിയാം. മുമ്പൊരിക്കൽ നീ കൂട്ടിരുന്നതാണ് ഇന്ന് ഈ താളപ്പിഴ വരാനുള്ള കാരണം എന്ന് നീ ഓർക്കണം. ഇപ്പോൾ എല്ലാം മനസ്സിൽ മറവ് ചെയ്യാൻ അവർ പഠിച്ചു. പണ്ട് കേട്ടിരിക്കാൻ നീ ഉണ്ടായിരുന്നു, പിന്നീട് എപ്പോഴോ കേട്ടിരിക്കാനും പറയാനും ആരുമില്ലാതായി. ആരുമില്ല എന്നല്ല, നീ ഇല്ലാതായി. മരിക്കുവോളം ഉണ്ടാവുമെന്ന് പറഞ്ഞവരൊന്നും ഒരു കാലത്തിനപ്പുറം കൂടെയുണ്ടാവില്ല എന്നവർക്ക് വ്യക്തമായി കഴിഞ്ഞു. നിനക്ക് വേണ്ടിയായിരുന്നു അവർ ജീവിച്ചത്. എന്നിട്ട് നിനക്ക് പോലും അവരെ മനസ്സിലായിട്ടില്ല എന്നതാണ് വാസ്തവം. ചുരുക്കി പറഞ്ഞാൽ നിനക്ക് വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്തു അവസാനം ഒറ്റയ്ക്കായിപ്പോയി. ഈ ലൈഫ് എന്ന് പറയുന്നത് ഒരുപാട് കാലമൊന്നും ഇല്ലടോ. അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മൾ മാക്സിമം അനുഭവിച്ച് എൻജോയ് ചെയ്തുകൊണ്ട് ജീവിക്കുക, മുന്നോട്ട് പോവുക. നിന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ, സഹായിച്ചതിൻ്റെ പേരിൽ അവരെ വേദനിപ്പിക്കാതിരിക്കുക, അവഗണിക്കാതിരിക്കുക. ഒരു സോറി പറഞ്ഞാൽ തീരാവുന്നതായിരിക്കണം തമ്മിലുള്ള എന്ത് പ്രശ്നവും. കനം കുറഞ്ഞ വളരെ അർത്ഥമൂല്യമുള്ള ഒരു വാക്കാണ് സോറി. സ്നേഹം വളർത്തി ഈഗോയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. നല്ലത് വരട്ടെ. ബൈ. മോട്ടിവേഷൻ മലയാളം.